ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും വന്ദനം. വളരെ പ്രൗഢമെന്നതുപോലെ അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു ഒത്തുചേരലാണിത്, സഭയാണിത്. ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ടെമ്പിൾ പാർലമെൻ്റ് എന്ന പേരിൽ ഈയൊരു ഭക്തജന സംഗമം ഇവിടെ ചേരുമ്പോൾ അത് മുന്നോട്ട് വയ്ക്കുന്ന മുഖ്യമായ മുദ്രാവാക്യം ക്ഷേത്ര വിമോചനം എന്നുള്ളതാണ്. ഈ സംസാരത്തിലെ വിവിധ ക്ലേശങ്ങളാൽ, വിവിധ ദുഃഖങ്ങളാൽ പൊറുതിമുട്ടുന്ന ആർത്തന്മാർക്ക് വിമോചനം നൽകേണ്ടുന്ന ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളെ വിമോചിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത്തരമൊരു ചിന്ത നമ്മുടെ സമാജത്തെ ഇന്ന് ഏകീകരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയൊരു ദുസ്ഥിതിയിലാണ് നമ്മൾ അകപ്പെട്ടിട്ടുള്ളതെന്ന് ആ ഒറ്റ ചിന്തയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ ഹിന്ദു സമാജത്തിൻ്റെ സമ്പത്തിനെയും വിശ്വാസത്തെയും ആചാരവ്യവസ്ഥയെയും സർവോപരി ആശ്രയസ്ഥാനങ്ങളെയും സമൂലം നശിപ്പിക്കാൻ വേണ്ടി സംഘടിതമായ ശ്രമം നടക്കുമ്പോൾ ഓരോ ദിവസവും ഓരോ മാസവും കഴിയുന്തോറും ആ ശ്രമം കൂടുതൽ വേരോടുമ്പോൾ സാമാന്യ സമാജത്തിന് കൈകെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല. ഇനിയും നമ്മുടെ സമാജം ഒരു തരം നിസ്സംഗത പാലിച്ചാൽ നമ്മുടെ സമാജത്തിൻ്റെ ആശയും ആശ്രയവുമായ, നമ്മുടെ സമാജത്തിൻ്റെ സാമാജിക സമ്പത്തിൻ്റെ കേന്ദ്രമായ, നാളെയിലേക്കുള്ള സാംസ്കാരിക തലസ്ഥാനങ്ങളായ ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ ഇവിടെ നശിപ്പിക്കപ്പെടും.